നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ മേക്കപ്പ് മാൻ പിടിയിൽ. മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷും സംഘവും പിടികൂടിയത് RG വയനാട് നിന്ന രഞ്ജിത്ത് ഗോപിനാഥനെ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസും ഡോഗ് സ്ക്വാഡും കട്ടപ്പന നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തി. കട്ടപ്പനയിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായവരുടെ ഈരാറ്റുപേട്ടയിലെ ഗോഡൌണിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇലക്ട്രിക്കൽ ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും ഉൾപ്പെടെ നിരവധി സ്ഫോടക വസ്തുക്കൾ കുഴിവേലി ഭാഗത്തെ ഗോഡൌണിൽ നിന്ന് കണ്ടെടുത്തതായി പോലീസ്. BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് നയിക്കുന്ന ജനസംരക്ഷണ യാത്രയ്ക്ക് വണ്ടിപ്പെരിയാറിൽ തുടക്കം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഈ വിഷയങ്ങളിലെ ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ. പെരുംതേനീച്ച ഭീഷണിയെ തുടർന്ന് രാജകുമാരിയിൽ 40ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പിലേക്ക് മാറ്റിയത് രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലെ കുടുംബങ്ങളെ. കോളനിക്ക് സമീപത്തെ വൻമരത്തിലുള്ള പെരുംതേനീച്ച കൂടുകൾ ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ മേക്കപ്പ് മാൻ പിടിയിൽ. RG വയനാടൻ എന്ന രഞ്ജിത്ത് ഗോപിനാഥനെയാണ് മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷും സംഘവും പിടികൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ MDMA-യുമായി യുവാക്കളെ തൊടുപുഴ പോലീസ് പിടികൂടിയിരുന്നു. ഇടുക്കി കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ കടത്തും വിൽപ്പനയും വ്യാപകമായതിനെ തുടർന്ന് പോലീസും എക്സൈസും പരിശോധന കർശനമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ MDMA-യുമായി യുവാക്കളെ തൊടുപുഴ പോലീസ് പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ സിനിമ മേക്കപ്പ് മാനെ കഞ്ചാവുമായി പിടികൂടിയത്. ആവേശം, പൈങ്കിളി, സൂക്ഷ്മദർശിനി, രോമാഞ്ചം, ജാനേമൻ തുടങ്ങി നിരവധി സിനിമകളിൽ മേക്കപ്പ് മാനായി പ്രവർത്തിച്ചിട്ടുള്ള രഞ്ജിത്താണ് പിടിയിലായത്. 45 ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ഇടുക്കിയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന അട്ടഹാസം സിനിമയിലെ ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയുടെ ഭാഗമായി മൂലമറ്റം എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് അതീവ വീര്യമേറിയ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രതി പിടിയിലായത്. വാഗമൺ റോഡിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സിനിമാ സെറ്റ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന രഹസ്യ വിവരവും എക്സൈസിന് ഉണ്ടായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ കെ അഭിലാഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജിത് കുമാർ, പ്രിവന്റീവ് ഓഫീസർ രാജേഷ് VR, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഷ്റഫ് അലി, ചാൾസ് എഡ്വിൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസും ഡോഗ് സ്ക്വാഡും കട്ടപ്പന നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തി. ശനിയാഴ്ച ലോഡ്ജുകളും ഇതര സംസ്ഥാനക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളും ലയങ്ങളും പരിശോധിച്ചിരുന്നു. തുടർന്നാണ് നഗരമേഖലയിൽ പരിശോധന നടത്തിയത്. ശനിയാഴ്ച ലോഡ്ജുകളും ഇതര സംസ്ഥാനക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളും ലയങ്ങളും പരിശോധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലും സമീപ പ്രദേശങ്ങളിലും തിരച്ചിൽ നടത്തിയത്. തുടർന്ന് തൊഴിലാളികളെ എത്തിക്കുന്ന വാഹനങ്ങളും പരിശോധിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 7 കഞ്ചാവ് കേസുകളാണ് കട്ടപ്പന സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസം 3 ഗ്രാം കഞ്ചാവുമായി ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു. കട്ടപ്പന DYSP VA നിഷാദുമോന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പന SHO TC മുരുകൻ, തങ്കമണി SHO AB MP, കട്ടപ്പന പ്രിൻസിപ്പൽ SI എബി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ 30ഓളം ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കട്ടപ്പനയിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായവരുടെ ഈരാറ്റുപേട്ടയിലെ ഗോഡൌണിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇലക്ട്രിക്കൽ ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും ഉൾപ്പെടെ നിരവധി സ്ഫോടക വസ്തുക്കൾ കുഴിവേലി ഭാഗത്തെ ഗോഡൌണിൽ നിന്ന് കണ്ടെടുത്തു. കട്ടപ്പന പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത്. പാറമടകളിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ജീപ്പിൽ കടത്താൻ ശ്രമിച്ച ഈരാറ്റുപേട്ട കണ്ടത്തിൽ നടക്കൽ ഷിബിലി, വിതരണക്കാരനായ തീക്കോയി നടക്കൽ വെള്ളാപ്പള്ളിയിൽ മുഹമ്മദ് ഫാസിൽ എന്നിവരെ ശനിയാഴ്ച കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഷിബിലി ഓടിച്ച ജീപ്പിൽ നിന്ന് 300 ഇലക്ട്രിക്കൽ ഡിറ്റനേറ്ററുകളും 200 ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് പിടിച്ചെടുത്തത്. ഇരട്ടിയാർ മേഖലയിൽ ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും എത്തിച്ച ശേഷം ശനിയാഴ്ച തിരികെ വരുന്നതിനിടെ വാഹന പരിശോധനയിലാണ് ഷിബിലി അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് ലഭിച്ച
വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുഹമ്മദ് ഫാസിലിനെയും പിടികൂടി. ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകളിൽ സ്ഫോടക വസ്തുക്കൾ വിതരണം ചെയ്യുന്നയാളാണ് ഷിബിലി എന്ന് പോലീസ് പറഞ്ഞു. കർണാടകത്തിൽ നിന്ന് രഹസ്യമായി കൊണ്ടുവരുന്ന സ്ഫോടക വസ്തുക്കൾ ഇരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നയാളാണ് മുഹമ്മദ് ഫാസിൽ. ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപിന്റെ മേൽനോട്ടത്തിൽ കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ, വണ്ടൻമേട് SHO എ ഷൈൻകുമാർ, SIമാരായ ബിനോയ് ഇബ്രഹാം, ജി പ്രകാശ്, CPOമാരായ MM ഫൈസൽ മോൻ, AR രേവതി, സൽജോ മോൻ കുര്യൻ, സുബിൻ, ദീപക് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത്. BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് നയിക്കുന്ന ജനസംരക്ഷണ യാത്രയ്ക്ക് വണ്ടിപ്പെരിയാറിൽ തുടക്കമായി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഈ വിഷയങ്ങളിലെ ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം, ഭൂവിഷയങ്ങൾ, ജില്ലയിൽ മാത്രമായി ഏർപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ നിരോധനം, പട്ടയ വിഷയങ്ങൾ, വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ വിളയാട്ടം തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ടാണ് ജനസംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് നയിക്കുന്ന യാത്ര തിങ്കളാഴ്ച കട്ടപ്പനയിൽ സമാപിക്കും. 6 സംഘടനാ മണ്ഡലങ്ങളിലൂടെ ജാഥ കടന്നുപോകും. വണ്ടിപ്പെരിയാറിൽ നടന്ന ജാഥയുടെ ഉദ്ഘാടനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ നിർവഹിച്ചു. കുടിവെള്ളം ജനങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് ഉത്തരവാദി നരേന്ദ്രമോദി. എല്ലാത്തിനും മോദിയെ കുറ്റം പറയുന്ന ഒരു സർക്കാരായിട്ട് കേരളത്തിലെ സർക്കാർ മാറും. പക്ഷെ കാലം മാറി. ഇവിടുത്തെ ജനങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുക. BJP പോഷക സംഘടനാ നേതാക്കൾ ജാഥ ക്യാപ്റ്റനെ സ്വീകരിച്ചു. ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബൽ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, വൈസ് പ്രസിഡന്റ് K കുമാർ, C സന്തോഷ് കുമാർ, ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, നേതാക്കളായ സന്തോഷ് മീനത്തേരി, AV മുരളീധരൻ, അമ്പിളി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരും തേനീച്ച ഭീഷണിയെ തുടർന്ന് രാജകുമാരിയിൽ 40ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലെ കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത്. കോളനിക്ക് സമീപത്തെ വൻമരത്തിലുള്ള പെരുന്തേനീച്ച കൂടുകൾ ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു. വൻമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന പെരുംതേനീച്ച കൂടുകൾ മൂലം ഭീതിയിലായിരുന്നു ഖജനാപ്പാറ രാജകുമാരി എസ്റ്റേറ്റ് നിവാസികളുടെ ജീവിതം. ശക്തമായ കാറ്റ് വീശിയാൽ പോലും ആക്രമണമുണ്ടാകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ ഇവിടുത്തുകാരെ രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു പറഞ്ഞു. രാജകുമാരി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരത്തിൽ ഏകദേശം 40ഓളം തേനീച്ചകൾ കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തേനീച്ച ഇപ്പോൾ വേനൽക്കാലം ആയപ്പോൾ തേനീച്ചകൾ ഇളകി അവിടെ അടുത്തടുത്ത് വീടുകളുള്ള ഏകദേശം 40ഓളം വീടുകൾ തൊട്ടടുത്തടുത്തായിട്ട് താമസിക്കുന്ന ആളുകളാണ്. നിരവധി കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകളെ കടിക്കുകയും ഉപദ്രവിക്കുകയും അതോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ച് തേനീച്ചകളെ സ്ഥലത്തുനിന്ന് ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. 3 വർഷം മുൻപ് തേനീച്ച ആക്രമണത്തിൽ പ്രദേശവാസി ചെല്ലാണ്ടി കറുപ്പൻ മരിക്കുകയും ഒട്ടേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മാസങ്ങൾക്ക് മുൻപ് 1.5 വയസ്സുകാരനെയും തേനീച്ച ആക്രമിച്ചു. തേനീച്ച ശല്യം മൂലം വളർത്തുമൃഗങ്ങളെ വളർത്താൻ പോലും ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല. രാത്രി സമയത്ത് വീടുകളിൽ ലൈറ്റ് തെളിച്ചാലും തേനീച്ചകൾ ഇരമ്പിയെത്തിയിരുന്നതായി കുടുംബങ്ങൾ പറഞ്ഞു. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് ഭയങ്കരമായിട്ട്. രാവിലെ ലൈറ്റ് ഇടുമ്പോൾ താഴത്തുള്ള വീട്ടിലേക്ക് എല്ലാം വരും. ഇപ്പം മേലിലുള്ള വീട്ടുകളൊക്കെ വരാൻ തുടങ്ങി. ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. വൈകുന്നേരം 2-3 മണിയായ വരട്ടിട്ട് എല്ലാവരും കൊത്തിയിട്ട് പേടിയായിട്ട് ലൈറ്റ് പോലും ഇടുന്നില്ല. ഭക്ഷണത്തിനകത്തും വെള്ളത്തിനകത്തും വണ്ടി ഒന്ന് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാത്തിലും തേനീച്ചയുടെ ഭയങ്കര ശല്യമായിരുന്നു ഈ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ഇപ്പോൾ ശല്യം ഒത്തിരി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇവിടെ പരാതി കൊടുത്തായിരുന്നു. അതേസമയം കോളനിക്ക് സമീപത്തെ വൻമരത്തിലുള്ള പെരുന്തേനീച്ച കൂടുകൾ ഒഴിവാക്കാൻ രാജകുമാരി പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു. വനം, അഗ്നിശമന സേനാ വിഭാഗങ്ങളുടെ സഹായത്തോടെയാണ് ഉദ്യമം നടപ്പിലാക്കുക. തേനെടുക്കാൻ വിദഗ്ധരായ മന്നാൻ സമുദായത്തിൽപ്പെട്ടവരുടെ സഹായത്തോടെ മുഴുവൻ തേനും ശേഖരിക്കും. തുടർന്ന് മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റും. കൂടുകൾ പൂർണ്ണമായും നീക്കുന്നതുവരെ പ്രദേശവാസികൾ ക്യാമ്പിൽ തുടരും. തേനീച്ചക്കൂടുകൾ നീക്കം ചെയ്യണമെന്ന വർഷങ്ങളായി നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഒടുവിൽ പരിഹാരമാകുന്നത്.
ഇലക്ട്രിക് വാഹനങ്ങൾ വർദ്ധിക്കുമ്പോഴും ആവശ്യത്തിന് ചാർജിംഗ് പോയിന്റുകളില്ലാത്തത് ഉപഭോക്താക്കൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നെടുങ്കണ്ടം മേഖലയിൽ ആകെയുള്ളത് ഒരു ചാർജിംഗ് പോയിന്റ് മാത്രമാണ്. ഇത് വിനോദസഞ്ചാര വാഹനങ്ങളെ അടക്കം പ്രതിസന്ധിയിലാക്കുന്നു. നെടുങ്കണ്ടം കല്ലാർ വൈദ്യുതി ഭവന് മുൻപിലാണ് നിലവിൽ ചാർജിംഗ് സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ ആകെ ഒരു ചാർജിംഗ് പോർട്ട് മാത്രമാണുള്ളത്. ഒരു ഇലക്ട്രിക് വാഹനം ചാർജ് ആകാൻ മണിക്കൂറുകൾ എടുക്കുന്നതിനാൽ ഉപഭോക്താക്കൾ വൻ പ്രതിസന്ധിയിലാണ്. കല്ലാർ ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ കൂടുതലായിട്ട് വ്യാപിച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ചാർജിംഗ് ബൂത്ത് ഈ ഒറ്റ സ്റ്റേഷനേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസ് പല പ്രാവശ്യം കയറി ഇറങ്ങി പറഞ്ഞതാണ് ചാർജ് സ്റ്റേഷൻ ഒന്നുകൂടെ എക്സ്ട്രാ വേണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവരൊന്നും നടപ്പിലാക്കുന്നില്ല. അവർ പറയുന്നത് അത് കമ്പനിക്കാരാണ് ശരിയാക്കേണ്ടത്, ഇവരല്ല എന്നൊക്കെ അവർ പറയുന്നു. നമുക്ക് ചാർജ് സ്റ്റേഷൻ ഒന്നേ ഉള്ളൂ. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ദൂരെ നിന്ന് ഒരുപാട് വാഹനം, ടൂറിസ്റ്റ് വാഹനങ്ങളെല്ലാം പലതും കയറി വരുന്നുണ്ട്. ചാർജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു വാഹനം ചാർജ് ചെയ്യണമെങ്കിൽ 3 മണിക്കൂർ 3.5 മണിക്കൂർ സമയം വേണം. പക്ഷേങ്കിൽ എല്ലാ വണ്ടി വെയിറ്റിംഗിൽ ഇങ്ങനെ നടക്കുകയാണ്. നമുക്ക് അതുപോലെ ടാക്സിക്കാർക്കൊന്നും വണ്ടി ഓടാനൊന്നും വളരെ ബുദ്ധിമുട്ടാണ്. ടാക്സി ഓടാൻ പറ്റുന്നില്ല. അപ്പോൾ ചാർജ് സ്റ്റേഷൻ അത്യാവശ്യമായിട്ട് നമുക്ക് 2-3 കൂടെ എക്സ്ട്രാ നെടുങ്കണ്ടം സമീപിച്ച് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഉപജീവനത്തിനായി ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങിയവരാണ് ഏറെ ദുരിതത്തിലായത്. മിക്കപ്പോഴും ചാർജ് ചെയ്യാനെത്തുമ്പോൾ ഒന്നിലധികം വാഹനങ്ങൾ ഇവിടെ കാണും. ഓട്ടോറിക്ഷകൾക്ക് പുറമെ ഇലക്ട്രിക് സ്കൂട്ടറുകളും മറ്റു വാഹനങ്ങളും ഉള്ളവരും പ്രതിസന്ധിയിലാണ്. ഇലക്ട്രിക് വാഹനങ്ങളിൽ എത്തുന്ന സഞ്ചാരികൾക്കും മണിക്കൂറുകളാണ് ചാർജിംഗ് സ്റ്റേഷന് മുൻപിൽ നഷ്ടപ്പെടുന്നത്. കട്ടപ്പന വാഴവര കൗന്തിയിൽ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ പാറക്കെട്ടിലേക്ക് വീണ് യുവാവ് മരിച്ചു. കാഞ്ചാർ ലബക്കട വെള്ളറയിൽ ജിനോയ് തോമസാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 7:30യോടെയാണ് അപകടമുണ്ടായത്. വള്ളക്കടവ് സ്വദേശി കൗന്തിയിൽ പാട്ടത്തിനെടുത്ത സ്ഥലത്തെ ജോലിക്കാരനായിരുന്നു ജിനോയി. ശനിയാഴ്ച തൊഴിലാളികൾ തോട്ടത്തിൽ കുരുമുളക് വിളവെടുപ്പ് നടത്തിയതിനു ശേഷം കട്ടപ്പനയ്ക്ക് മടങ്ങുന്ന സമയത്താണ് സമീപവാസികൾ ഇവരെ വിളിച്ച് കാട്ടുതീ പടരുന്ന വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ഇവർ തിരിച്ചു പോവുകയും കൃഷിയിടത്തിലേക്ക് തീ പടരാതിരിക്കാൻ മറ്റുള്ളവർക്കൊപ്പം തീ കെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ ജിനോയി കാൽവഴുതി 150 അടിയോളം താഴ്ചയുള്ള പാറക്കെട്ടിലേക്ക് വീഴുകയായിരുന്നു. നാട്ടുകാർ ജിനോയിയെ പുറത്തെടുത്ത് ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് കട്ടപ്പന പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മുഖച്ഛായ മാറ്റുവാനൊരുങ്ങി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം. സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മിനി സ്റ്റേഡിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പീരുമേട് MLA വാടൂർ സോമൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പീരുമേട് MLA വാടൂർ സോമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും പദ്ധതി തുകയിൽ ഉൾപ്പെടുത്തിയ 50 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ അധ്യക്ഷയായിരുന്നു. പീരുമേട് MLA വാടൂർ സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിലാണ് വളരെ ബൃഹത്തായ ഒരു പദ്ധതി. ഇവിടെ നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി സഹായത്തോടെ വലിയ വിപുലമായ ഒരു സ്റ്റേഡിയം നിർമ്മാണവും അതേപോലെ തന്നെ സ്പോർട്സ് പരിശീലനം കൊണ്ടുവരുവാൻ വേണ്ടി ബഡ്ജറ്റിൽ 5 കോടി രൂപ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മണ്ഡലത്തിൽ നല്ല കളിക്കളം വേണം, പിള്ളേരെ ട്രെയിനിങ് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നുള്ള ആശയത്തിലാണ് വെച്ചത്. സ്പോർട്സ് കൗൺസിൽ അംഗം വിനി പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സെൽവത്തായി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM നൌഷാദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ, KD അജിത് തുടങ്ങിയവർ സംസാരിച്ചു. ദളിത് കോൺഗ്രസിനെതിരെ വിമർശനവുമായി അഡ്വക്കേറ്റ് A രാജ MLA. സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന തുക വെട്ടിച്ചുരുക്കിയെന്നാരോപിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ദളിത് കോൺഗ്രസിന്റെ MLA ഓഫീസ് മാർച്ച് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി തുക സംസ്ഥാന സർക്കാർ പിന്നോക്ക വിഭാഗത്തിനായി ഇത്തവണത്തെ ബജറ്റിൽ മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും MLA അടിമാലിയിൽ പറഞ്ഞു. ഈ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിപ്പോയി. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം നൽകിയ തുകയിനേക്കാൾ ഏകദേശം 208 കോടി രൂപയാണ് കൂടുതലായി ഈ വർഷ ബഡ്ജറ്റിൽ SC/ST വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അതുപോലെ ST വിഭാഗത്തിന് മാത്രമായിട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 859 കോടി ഇത്തവണ 920 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്
ഫെബ്രുവരി മാസം 1-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ് വന്നു. ആ ബഡ്ജറ്റിൽ SC/ST വിഭാഗത്തിന് ഇന്ത്യയിൽ തന്നെ 15% വരുന്ന SC/ST വിഭാഗത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ഏകദേശം 13,000 കോടിയാണ്. ആ 13,000 കോടിയിൽ നിന്ന് 2,800 കോടി രൂപ വെട്ടിച്ചുരുക്കിയപ്പോൾ കോൺഗ്രസ്സുകാർ അതിനെതിരെ പ്രതിഷേധം ഉയർത്താൻ തയ്യാറായിട്ടില്ല. ഈ ഗവൺമെൻറ് ഈ ദേവികുളം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 25 നഗറുകളിൽ SC മേഖല ഉണ്ട്, അതിൽ ST മേഖല ഉണ്ട്. ഈ നഗറുകളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഏകദേശം 25 കോടി രൂപയാണ് മുടക്കി കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടിമാലി പ്രദേശത്ത് ഏകദേശം 135ഓളം ആളുകളുടെ ലൈഫിൽ വീടെന്ന് പറയുന്ന സ്വപ്നം ഇല്ലാതാക്കിയത് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്താണ്. ഈ ദലിത് കോൺഗ്രസ് സംഘടന സമരം ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിനെതിരെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ 135 പേരിൽ ഭൂരിപക്ഷം ആളുകളും ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് വീട് കൊടുക്കാനുണ്ടായിരുന്ന സാഹചര്യം ഇവരില്ലാതാക്കി കളഞ്ഞു. അടിമാലി കുമളി ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഹൈറേഞ്ച് മേഖലയ്ക്ക് വൻ പ്രതീക്ഷ. ദേശീയപാതയുടെ സർവേ നടപടികൾ പൂർത്തിയായതായാണ് വിവരം. ഇടുക്കിയുടെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന അടിമാലി കുമളി ദേശീയപാതയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാന പ്രവർത്തികളിലൊന്നായ ദേശീയപാത വിഭാഗത്തിന്റെ സർവേ നടപടികൾ ഇതിനോടകം പൂർത്തിയായി. ഇനിയും പാതയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളാണ് നടക്കേണ്ടത്. കൃത്യമായ ദിവസം നിശ്ചയിച്ചില്ലെങ്കിലും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ദേശീയപാതയുടെ വികസനം നാട്ടുകാരും വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അടിമാലി കുമളി ദേശീയപാതയുടെ ഉദ്ഘാടനം അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസ് അവറുകളുടെ നേതൃത്വത്തിൽ സർവേ ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഈ ദേശീയപാത എപ്പോഴും വളരെ ഉപകാരപ്രദമാകും. ഇതിൻ്റെ സർവേ നടപടികൾ ഏതാണ്ട് തീർന്ന ലക്ഷണമാണ്. ഇപ്പോൾ ദേശീയപാതയുടെ വികസനത്തിനായിട്ട് സ്ഥലമെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ഈ പ്രദേശത്തെ ആകെ വികസനത്തിൻ്റെ പരമോന്നതയിലെത്തിക്കാൻ ഈ ദേശീയപാതയുടെ വികസനം നാട്ടുകാരായ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പരമാവധി വളവുകൾ കുറച്ച് റോഡിന്റെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് സർവേ നടത്തിയിട്ടുള്ളത്. ചിലയിടങ്ങളിൽ പാലങ്ങളും ചെറുതോണി, കട്ടപ്പന ഉൾപ്പെടെയുള്ള ടൗണുകളിൽ വൺവേ സൗകര്യവും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അടിമാലി കുമളി ദേശീയപാതയുടെ വികസനം നടത്തുക. പാതയുടെ നവീകരണം പൂർത്തിയാകുന്നതോടെ ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും കൂടുതൽ പ്രയോജനം ലഭിക്കും. അടിമാലിയിൽ നിന്നും കട്ടപ്പന, കുമളി ഭാഗങ്ങളിലേക്കുള്ള യാത്രയിൽ ഏറെ സമയം ലാഭിക്കുവാനും കഴിയും. വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നെടുങ്കണ്ടത്ത് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. CMC സന്യാസിനി സമൂഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അടിമാലി 1000 ഏക്കർ സമന്വയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നെടുങ്കണ്ടം സിയോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് സ്പോർട്സ് മീറ്റ് നടത്തിയത്. സൊസൈറ്റികളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 225ഓളം വനിതാ SHGകളിൽ നിന്നായി 670 പേർ മീറ്റിൽ പങ്കെടുത്തു. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് വിവിധ മത്സരങ്ങൾ നടത്തിയത്. നെടുങ്കണ്ടം സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന സ്പോർട്സ് മീറ്റ് കട്ടപ്പന DYSP VA നിഷാദ് മോൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഒരു 25 വർഷം മുമ്പ് കാണുന്ന ഒരു അവസ്ഥയല്ല ഇന്ന് എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുക്കളകളിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകൾ എത്തിയതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചു കഴിഞ്ഞു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം, അതിൽ നമ്മൾ അണിചേരേണ്ടിയിരിക്കുന്നു. ഇന്ന് ബാല്യത്തിൽ തുടങ്ങി കൗമാരത്തിലെത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കൊലക്കേസ് പ്രതികളായിട്ടും കഞ്ചാവിലും മയക്കുമരുന്നിലുമൊക്കെ പ്രതികളായിട്ടും അതിലടിമപ്പെട്ടും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ മലയാള സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വനിതാ ദിനത്തിന്റെ കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം തുടർന്ന് വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുത്തതിനൊപ്പം സിന്തറ്റിക് ട്രാക്കിൽ മത്സരത്തിൽ പങ്കെടുത്തതിന്റെ അനുഭവം കൂടിയാണ് മത്സരാർത്ഥികൾക്ക് ലഭിച്ചത്. ട്രാക്കിൽ
സ്പോർട്സ് ഇനങ്ങളിൽ തങ്ങളുടെ മികവ് തെളിയിക്കാനും തങ്ങളുടെ ശക്തി തെളിയിക്കാനും കഴിവ് പ്രകടിപ്പിക്കാനുമായി നമ്മുടെ വനിതകൾ അണിചേരുന്നു, ഇറങ്ങുന്നു, ആവേശത്തോടെ മത്സരങ്ങളിൽ പങ്കുചേരുന്നു എന്നുള്ളത് നമുക്ക് വലിയ അഭിമാനം പകരുന്ന വസ്തുതയാണ്. CMC കാർമൽഗിരി പ്രോവിൻസിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്കും കുടുംബങ്ങൾക്കും അവരുടെ ഉന്നമനത്തിനും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ അവരുടെ ഈ സ്പോർട്സ് മത്സരങ്ങളിലെ പങ്കുചേരൽ നമുക്ക് വലിയ അഭിമാനം പകരുന്നതാണ്. CMC സന്യാസിനി സമൂഹത്തിന്റെ കാർമൽഗിരി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ പ്രതിഭ, സിസ്റ്റർ ചൈതന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ ഉപ്പുതറയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിത്തീർന്ന സാഹചര്യത്തിൽ ലഹരി ഉപയോഗത്തിനെതിരെ വിവിധ തരത്തിലുള്ള ബോധവൽക്കരണങ്ങളും ക്യാമ്പയിനുകളും നടത്തിവരികയാണ് ഡിവൈഎഫ്ഐ. ഇതിന്റെ ഭാഗമായാണ് ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ നൈറ്റ് മാർച്ച് നടത്തിയത്. പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഉപ്പുതറ ടൗണിൽ സമാപിച്ചു. ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വരുന്ന നാളുകളിലും ലഹരിക്കെതിരായ പോരാട്ടം തുടർന്നു കൊണ്ടുപോകാനാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. തുടർന്നു വരുന്ന ദിവസങ്ങളിൽ ബ്ലോക്കിലെ 13 മേഖലയിലും ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്, സമിതികൾ രൂപീകരിക്കുകയാണ്, പരേഡുകൾ സംഘടിപ്പിക്കുന്നു. വരുന്ന നാളുകളിൽ സ്കൂളുകൾ അടക്കുന്ന സമയമാകുമ്പോഴേക്ക് കലാകായിക മത്സരങ്ങളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് പരിപിടിച്ചു പോകുന്ന ഒരു തലമുറയെ തിരികെ പിടിക്കാനുള്ള പരിശ്രമമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത്. ഏലപ്പാറ ബ്ലോക്ക് സെക്രട്ടറി പ്രശാന്ത് PP, എബിൻ ബേബി, CPM ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി കലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തു. പരിശീലനം, ഉൽപാദനം, വിപണനം, ക്ഷേമം എന്നീ ആശയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ടൈലറിംഗ് ടച്ച് സംരംഭത്തിന്റെ പ്രദർശനവും വിൽപ്പനയും ചെമ്മണ്ണാറിൽ ആരംഭിച്ചു. സംരംഭത്തിന്റെ ഉദ്ഘാടനം ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി B മനോഹരൻ നിർവഹിച്ചു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ടൈലറിംഗ് ടച്ച്. തയ്യൽ തൊഴിലാളികൾക്ക് മികച്ച പരിശീലനം നൽകിക്കൊണ്ട് ഗുണനിലവാരമുള്ള ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുക, അതിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ടൈലറിംഗ് ടച്ച് സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചെമ്മണ്ണാർ ഏരിയ സെക്രട്ടറി സോഫിയുടെ നേതൃത്വത്തിൽ ചെമ്മണ്ണാറിൽ പ്രവർത്തനം ആരംഭിച്ച TLT സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി B മനോഹരൻ നിർവഹിച്ചു. ഇടനിലക്കാരില്ലാതെ മികച്ച വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മനോഹരൻ പറഞ്ഞു. ഇത് ഒരു വൻകിട സംരംഭമല്ല, അത് വൻകിട ലാഭമായിട്ടല്ല നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മെച്ചമെന്ന് പറഞ്ഞാൽ വൻകിട കമ്പനികളാണ് ഇത് ലാഭം കൊണ്ടുപോകുന്നത്. ഇതിന്റെ മെച്ചമെന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമ്മുടെ തൊഴിലാളികൾക്ക് തന്നെ നമ്മൾ ചികിത്സാ സഹായങ്ങളായി നമ്മൾ കൊടുക്കുന്നു. അതേപോലെ ഗുണമേന്മയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നത്. AKTI ചാരിറ്റബിൾ ട്രസ്റ്റ്, AKTI തയ്യൽ തൊഴിലാളി സംഘടന, AKTI എന്ന് പറയുന്ന സംഘടനയുടെ കീഴിൽ AKTI ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റാണ് ഇത് തുടങ്ങുന്നതും ആ ട്രസ്റ്റിന്റെ കീഴിലാണ് ഇത് പോകുന്നത്. ഏരിയ പ്രസിഡന്റ് KT ശശി ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് അംഗങ്ങൾ ടൈലറിംഗ് ടച്ച് സംരംഭത്തിന്റെ പ്രദർശനവും വിൽപ്പനയും ആരംഭിച്ചിരിക്കുന്നത്. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ബിജു, ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം നിമിഷ മോൾ, ഏരിയ ട്രഷറർ വിമല, ഏരിയ ജോയിന്റ് സെക്രട്ടറി ആലീസ്, യൂണിറ്റ് ഭാരവാഹികൾ, SHG അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാജാക്കാടിനെ ആവേശത്തിലാഴ്ത്തിയ വോളിബോൾ മാമാങ്കത്തിന് തിരശ്ശീല വീണു. രാജാക്കാട് മുല്ലക്കാനം സാൻജോ കോളേജിൽ നടന്നു വന്നിരുന്ന സാൻജോ വോളി 2K25 ആവേശകരമായ സ്വീകരണമാണ് കായിക പ്രേമികൾ നൽകിയത്. 3 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന വോളിബോൾ മാമാങ്കത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ടീമുകൾ മാറ്റുരച്ചു. കുടിയേറ്റക്കാലം മുതൽ മലയോര ജനത നെഞ്ചോട് ചേർത്ത കായിക വികാരമാണ് കൈപ്പന്ത് കളി. ഇന്നും ആ വീര്യം ചോരാതെ കാത്തു സൂക്ഷിക്കുകയാണ് ഇടുക്കിയുടെ കാർഷിക ജനത. കൈപ്പന്ത് കളിയോടുള്ള ആവശ്യം നഷ്ടപ്പെടാതിരിക്കുവാൻ വിവിധ ക്ലബ്ബുകളും സംഘടനകളും കോളേജുകളും വാശിയേറിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് CST സഭാ വൈദികനായ ഫാദർ എബിൻ കുഴിമുണ്ണിലിന്റെ സ്മരണാർത്ഥം രാജാക്കാട് സാൻജോ കോളേജിന്റെ നേതൃത്വത്തിൽ സാൻജോ വോളി 2K25 സംഘടിപ്പിച്ചത്. കായിക പ്രേമികൾക്ക് ആവേശം പകർന്ന 3 ദിവസങ്ങളായി നടന്ന മത്സരത്തിൽ 8ഓളം പ്രമുഖ ടീമുകളും പ്രാദേശിക ടീമുകളും പങ്കെടുത്തു. ദൂരദേശങ്ങളിൽ നിന്നും മികച്ച കായിക താരങ്ങളെ കളത്തിലിറക്കിയാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ഫാദർ എബിൻ മെമ്മോറിയൽ എവർറോളിംഗ് ട്രോഫിക്ക് വേണ്ടി നടന്ന 3ാമത് വോളിബോൾ മത്സരത്തിൽ കോഴിക്കോട് ലിസ കോളേജ് ജേതാക്കളായി. തിരുപ്പൂർ
ആർസൺ അമേരിക്ക ടീമിനെ 2-3 സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. പ്രാദേശിക ടീമുകളുടെ മത്സരത്തിൽ ചേറ്റുകുഴി സിക്സസ് 1-ാം സ്ഥാനവും പ്രകാശ് സിക്സസ് 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇരു വിഭാഗങ്ങളിലുമായി 16 ടീമുകളാണ് 3 ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്തത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി വോളിബോൾ പ്രേമികൾ മത്സരം കാണാനെത്തി. സമാപന സമ്മേളനം CST പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജിജോ ജെയിംസ് ഇണ്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. രാജാക്കാടിന്റെ മണ്ണിൽ അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്ന സാൻജോ കോളേജിന്റെ മൈതാനത്തിൽ ആവേശപൂർവകമായ ഈ വോളിബോൾ ടൂർണമെന്റ് ബഹുമാനപ്പെട്ട ഫാദർ എബിൻ കുഴിമുള്ളിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള സാൻജോ വോളി നടത്തപ്പെടുകയായിരുന്നു. നമ്മളുടെ ഈ കായിക പ്രേമികളായ രാജാക്കാട് ജനങ്ങളുടെ വലിയ ആവേശം നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവിടെ കണ്ടു. പഴയ തലമുറ ഈ വോളിബോളിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനോട് ഒട്ടും കുറയ്ക്കാതെ തന്നെ ഈ രാജാക്കാട് മണ്ണിലെ പുതുതലമുറയും ഈ വോളിബോളിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈ ദിവസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ചടങ്ങിൽ ആദ്യകാല കായിക താരങ്ങളെ ആദരിച്ചു. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ, കൺവീനർ ബോസ് തകടിയേൽ, കോർഡിനേറ്റർ സിബി പൊട്ടംപ്ലാക്കൽ, ബർസാർ ഫാദർ അരുൺ കോയിക്കാട്ടുചിറ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. രജതരേഖ 2025 എന്ന പേരിൽ മുള്ളരിക്കുടി ഗവൺമെന്റ് LP സ്കൂൾ രജത ജൂബിലി ആഘോഷം നടന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ്രൻ നീറനാക്കുന്നിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു നാടിന്റെ വികസനത്തിന്റെ, അത് സാമൂഹികപരമായിക്കോട്ടെ, സാംസ്കാരികപരമായിക്കോട്ടെ, വിദ്യാഭ്യാസപരമായിക്കോട്ടെ, ഏത് വളർച്ചയുടെയും അടിസ്ഥാന ശില വിദ്യാഭ്യാസ സ്ഥാപനം. ഹെഡ് മിസ്ട്രസ് ഷീല തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് അധ്യക്ഷയായിരുന്നു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ സുവനീർ പ്രകാശനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി കലാപ്രതിഭാ പുരസ്കാര സമർപ്പണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സനില രാജേന്ദ്രൻ LSS പ്രതിഭകളെ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK പ്രസാദ് സ്കൂളിന്റെ ആദ്യകാല പ്രവർത്തകരെ ആദരിച്ചു. ആന്റണി മുനീറ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം TP മെൽക്ക, ജോബി കുന്നക്കാട്ട്, റിജിമോൻ ഇടിയാങ്കുന്നേൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീജമോൾ KG, PTA പ്രസിഡന്റ് വിനോജ് KM തുടങ്ങിയവർ സംസാരിച്ചു. മിമിക്രി താരം രാജേഷ് അടിമാലി അവതരിപ്പിച്ച വൺമാൻ ഷോയും സ്മൃതിലയം ഇടുക്കി അവതരിപ്പിച്ച ഗാനമേളയും പരിപാടിയുടെ ഭാഗമായി നടന്നു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗണിന്റെയും തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. കെയർ 2025 എന്ന പേരിൽ കട്ടപ്പന അവസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാവശ്യമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നമ്മൾ മാസത്തിലൊന്ന് അല്ലെ 15 ദിവസത്തിലൊന്ന് നമ്മുടെ പ്രഷറും ഷുഗറും കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രഷറാണോ ഷുഗറാണോ കൊളസ്ട്രോൾ ആണോ വരുന്നത് എന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്നുള്ള ഒരു ചുമയുണ്ടാകുന്നുണ്ട്. ചുമയുണ്ടായി കഴിയുമ്പോൾ പലരും പറയുന്നു ചുമ മാറുന്നില്ല, അത് പിന്നെ ശ്വാസം മുട്ടലിലേക്ക് കടന്നു വരികയാണ്. പിന്നെ അത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കട്ടപ്പന പ്രദേശത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശുപത്രി, നമ്മളിങ്ങനെ വരുന്ന മെഡിക്കൽ ക്യാമ്പുകളിലെല്ലാം പങ്കെടുത്താൽ നമ്മുടെ രോഗം എന്താണെന്ന് കണ്ടെത്തി അതിന് നമ്മൾ പോയി ആദ്യമേ തന്നെ നമ്മൾ വിദഗ്ധമായ ചികിത്സ തേടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് നമ്മുടെ ശരീരത്തെയും നമ്മുടെ രോഗത്തെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്. സ്മിത ഹോസ്പിറ്റലിലെ പ്രമുഖ ഡോക്ടർമാരായ അസ്ഥി വിഭാഗം ഡോക്ടർ ഐശ്വര്യ, കാർഡിയോളജി വിഭാഗം ഡോക്ടർ അരുൺ, ജനറൽ മെഡിസിൻ ഡോക്ടർ സോണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ഫിസിയോതെറാപ്പി, ECG എന്നിവ കൂടാതെ മറ്റ് ലാബ് സേവനങ്ങളും മെഡിക്കൽ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് S മണി, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷിബി ഫിലിപ്പ്, KA മാത്യു, അഭിലാഷ് AS തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുകയാണ് വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രം. ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുമ്പോഴും ചികിത്സാലയത്തിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങുതടിയാക്കുന്നതെന്നാണ് വിവരം. ദിവസവും നിരവധിയായ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന കേന്ദ്രമാണ് വെള്ളത്തൂവൽ കുടുംബാരോഗ്യ കേന്ദ്രം. മെച്ചപ്പെട്ട സേവനം രോഗികൾക്ക് ഇവിടെ നിന്നും ലഭ്യമായി വരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ചികിത്സാലയം ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ മതിയാം വിധം സ്ഥല സൗകര്യമില്ലാത്തത് ഈ ചികിത്സാ കേന്ദ്രത്തെ വീർപ്പുമുട്ടിക്കുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം മുമ്പുണ്ടായിരുന്നു. എന്നാൽ കെട്ടിടം നിർമ്മിക്കേണ്ടുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രതിസന്ധിയാണ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് വിലങ്ങുതടിയാകുന്നതെന്ന് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് അംഗം KB ജോൺസൺ പറഞ്ഞു. വെള്ളത്തൂവൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നതിന് പ്രധാന കാരണം ആ 70 സെൻറ്റ് സ്ഥലം ഇപ്പോൾ KIC ബോർഡിൻ്റെ അധീനതയിലാണ്. നമുക്കത് വിട്ടുകിട്ടിയാൽ മാത്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റി ഏതാണ്ട് 450-450 വരുന്ന പാലിയേറ്റീവ് രോഗികളും ദിനം പ്രതി 350-ൽ പരം ആളുകൾ OPയിലും വന്ന് ഡോക്ടറെ കാണുന്ന ആശ്രയിക്കുന്ന ഈ ആശുപത്രിക്ക് ബിൽഡിംഗ് പണിയുവാനോ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാനും കഴിയുമോ? നമ്മൾ നിരന്തരമായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി ഇതിൻ്റെ പിന്നാലെ ഇടപെട്ട് യാതൊരു പുരോഗതിയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട റവന്യൂവും KIC ബോർഡും സംയുക്തമായിട്ട് പരിശോധന നടത്തി ഈ സ്ഥലം 1960 മുമ്പ് മുതൽ വില്ലേജ് ഓഫീസും ആശുപത്രിയും പഞ്ചായത്തും പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം റവന്യൂ ഭൂമിയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഈ സ്ഥലം പഞ്ചായത്തിന് വിട്ടു തരണം, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന് വിട്ടുകൊടുത്ത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഈ ആശുപത്രിയെ നൽകിയിരിക്കും. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ധാരണയിൽ എത്തേണ്ടുന്ന വകുപ്പുകൾ ഏറ്റവും വേഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ആവശ്യം. സാധാരണക്കാരായ ആളുകൾ ചികിത്സ തേടുന്ന കേന്ദ്രത്തിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ഇനിയും വൈകിപ്പിക്കരുതെന്നും ആവശ്യമുയരുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ മേക്കപ്പ് മാൻ പിടിയിൽ. മൂലമറ്റം എക്സൈസ് ഇൻസ്പെക്ടർ K അഭിലാഷും സംഘവും പിടികൂടിയത് RG വയനാടൻ എന്ന രഞ്ജിത്ത് ഗോപിനാഥനെ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസും ഡോഗ് സ്ക്വാഡും കട്ടപ്പന നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തി. കട്ടപ്പനയിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായവരുടെ ഈരാറ്റുപേട്ടയിലെ ഗോഡൌണിൽ പോലീസ് റെയ്ഡ് നടത്തി. ഇലക്ട്രിക്കൽ ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളും ഉൾപ്പെടെ നിരവധി സ്ഫോടക വസ്തുക്കൾ കുഴിവേലി ഭാഗത്തെ ഗോഡൌണിൽ നിന്ന് കണ്ടെടുത്തതായി പോലീസ്. BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് നയിക്കുന്ന ജനസംരക്ഷണ യാത്രയ്ക്ക് വണ്ടിപ്പെരിയാറിൽ തുടക്കം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കി നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഈ വിഷയങ്ങളിലെ ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ. പെരും തേനീച്ച ഭീഷണിയെ തുടർന്ന് രാജകുമാരിയിൽ 40ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പിലേക്ക് മാറ്റിയത് രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലെ കുടുംബങ്ങളെ. കോളനിക്ക് സമീപത്തെ വൻമരത്തിലുള്ള പെരുന്തേനീച്ച കൂടുകൾ ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.